മെയ് 18 ഈസ്റ്ററിൻ്റെ 7-ാം ആഴ്ചയിലെ ശനിയാഴ്ച. യോഹന്നാൻ 21-ാം അധ്യായം 20 മുതൽ 25 വരെ വാക്യങ്ങൾ. വിശുദ്ധ ആൻ്റണി, സന്യാസിയായ ആൻ്റണി ലിബ്യൻ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായിരുന്നു. അവനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രലോഭിക്കാൻ പിശാചുക്കൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സാത്താൻ തന്നെ ആൻ്റണിയെ സമീപിച്ചു. അദ്ദേഹം ഒരു സന്യാസിയായി വേഷം ധരിച്ച് ആൻ്റണിയുടെ അടുക്കൽ വന്ന് കുമ്പിട്ട് ചെവിയിൽ മന്ത്രിച്ചു. എൻ്റെ സഹോദര, ഞാനൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സഹോദരൻ, നിങ്ങളെപ്പോലെ തന്നെ ഒരു സന്യാസി, ഇപ്പോൾ അലക്സാണ്ട്രിയയിലെ പാട്രിയാർക്കാസായി നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ സാധാരണ നല്ല സൂര്യപ്രകാശമുള്ള ആ മുഖത്ത് ഒരു ഇരുണ്ട നെറ്റി ചുളിച്ചു. ഒരു നിമിഷം അസൂയ അവൻ്റെ ചുണ്ടുകളെ ചുരുട്ടിക്കൂട്ടി. പിന്നീട് സാത്താൻ തൻ്റെ പിശാചുക്കളോട് പറഞ്ഞു, ഏറ്റവും വിശുദ്ധരായ ആളുകളെ പ്രലോഭനത്തിലേക്ക് നയിക്കാൻ അസൂയയ്ക്ക് കഴിയും. ഇതായിരിക്കണം നിങ്ങളുടെ തുറുപ്പ് ചീട്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു സ്നേഹിച്ച ശിഷ്യനെ പത്രോസ് കാണുന്നു. യേശുവിൻ്റെ ഏറ്റവും അടുത്ത അപ്പോസ്തലന്മാരായിരുന്നു പത്രോസും യോഹന്നാനും. ഇപ്പോൾ യേശു തനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് എന്തെന്ന് പത്രോസിനെ അറിയിച്ചു. തൻ്റെ സുഹൃത്തായ ജോണിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് പത്രോസിന് അറിയാൻ ഒരാഗ്രഹം. എന്നാൽ യേശു അവന് ഒരു ശാസന പോലെ ഉള്ള ഉത്തരമാണ് കൊടുത്തത്. ഞാൻ വരുവോളം അവൻ ഇരിക്കണമെന്നാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ അതിന് നിനക്കെന്ത് എന്നാണ് യേശു പത്രോസിനോട് ചോദിച്ചത്. പത്രോസിൻ്റെ ഹൃദയത്തിൽ എന്താണ് സംഭവിച്ചത്? യേശുമായുള്ള യോഹന്നാൻ്റെ അടുത്ത സൗഹൃദത്തിൽ അവൻ അസൂയപ്പെട്ടിരുന്നോ? എന്തിനാണ് നിങ്ങളുടെ ആശങ്ക? തീർച്ചയായും മറ്റുള്ളവരെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുക എന്നത് അവരോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ്. എന്നാലും പലപ്പോഴും നമ്മുടെ ആശങ്കകൾ സ്വാർത്ഥതരമായ വരമ്പുകളിലേക്ക് വ്യാപിക്കുന്നു. ആശങ്കയായി തോന്നുന്നത് യഥാർത്ഥത്തിൽ അസൂയയോ അഹങ്കാരമോ ആകാം. എന്തുകൊണ്ടാണ് എൻ്റെ സുഹൃത്ത് എന്നേക്കാൾ അനുഗ്രഹീതനായിരിക്കുന്നത്? മറ്റുള്ളവരെക്കാൾ ബോസിനോട് കൂടുതൽ അടുപ്പമുള്ളതിനാൽ ചിലർക്ക് ഒരു മനസ്സുഖം തോന്നും. അവർ സ്വയം വലിയവരാണെന്ന് നടിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു പത്രോസിനോട് തന്നെ അനുഗമിക്കണമെന്നും താൻ നൽകിയിരിക്കുന്ന പ്രത്യേക ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പറയുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ അമിതമായി ഉത്കണ്ഠപ്പെടുന്നത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ദൗത്യത്തിൽ നിന്ന് തിരിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും മറ്റാരും ചെയ്യാത്തൊരു ദൗത്യമുണ്ട്. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേണ്ടത്ര ജോലിയുണ്ട്. അസൂയയും അഹങ്കാരവും നമ്മുടെ ജോലിയുടെ പൂർത്തീകരണത്തിന് കാലതാമസം വരുത്തുകയും
പിന്നോട്ട് പോവുകയും ചെയ്യും. പത്രോസ് സഭയുടെ നേതാവായി, യോഹന്നാൻ സുവിശേഷ പ്രചാരകനും സുവിശേഷ കർത്താവുമായി. നമ്മിൽ ചിലർ പ്രബോധകരും മറ്റു ചിലർ പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നവരുമായിരിക്കും. ഇനിയും ചിലർ ഒരുപക്ഷെ അടുക്കള വൃത്തിയാക്കലും മറ്റു ചെറിയ ജോലികളായിരിക്കും ചെയ്യുക. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും മത്സരിക്കുന്നതിന് പകരം സഹകരിക്കുകയും ചെയ്താൽ ഒത്തിരി പ്രശ്നങ്ങൾ കുറയുകയും സമാധാനം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.